സ്വഭാവം നന്നാകണം, പെരുമാറ്റം നന്നാകണം. പ്രത്യേകിച്ച് പാരൻ്റൽ ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പാരൻസ് കൂടെ വേണം. പാരൻസിനെ കൂടെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് എളുപ്പം പരിപാടിയാണ്. കാഴ്ചപ്പാടുണ്ടായാൽ മതി. കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ പാരൻറ്റിനെ സ്ഥാപനത്തിൻ്റെ കൂടെ കൊണ്ടു നടക്കാം. സ്ഥാപനം ഇറക്കുന്ന ഈ മൂല്യമുള്ള വിജ്ഞാനം, അതിൻ്റെ പ്രയോഗ രീതികൾ, അത് സമൂഹത്തിലേക്ക് ഒഴുക്കിൽ വരും. ഇനി ഞാനൊരു പഠന മേഖലയും കൂടി ഒന്ന് ചെറുതായി പരാമർശിക്കാം. പഠനം, ഞാൻ നേരത്തെ പറഞ്ഞു, പഠനം എളുപ്പമുള്ളതാണ്. എളുപ്പമുള്ളതാകാൻ സ്റ്റുഡൻറ് സെൻട്രിക് ലേണിംഗ് സിസ്റ്റം, ഫൈസൽ ഉസ്താദ് ഇത് പറഞ്ഞിരുന്നു. സ്റ്റുഡൻറ് സെൻട്രിക് ലേണിംഗ് സിസ്റ്റം എന്നത് വളരെ നല്ല രീതിയാണ്, എളുപ്പമുള്ള രീതിയാണ്, സജീവതയുള്ള രീതിയാണ്. മസലൻ ഒരു ഫതുഹുൽ മുഈൻ്റെ ക്ലാസ് നടക്കുകയാണ്. ഫതുഹുൽ മുഈൻ്റെ ഒരു ക്ലാസ് നടക്കുമ്പോൾ കുറച്ചിങ്ങോട്ടൊക്കെ എത്തിയിട്ടാണെങ്കിൽ എന്തായാലും ഏകദേശ അൽഫാദുകളും മിക്കവാറും അൽഫാദുകളൊക്കെ മുതക്കററായിരിക്കും. നമ്മൾ എടുക്കാനുള്ളൊരു പാഠം മുതഅല്ലിമീങ്ങളോട് പറയുന്നു, നിങ്ങൾ ആ പാഠം ഒന്ന് വായിച്ച് അർത്ഥം വെച്ചിട്ട്. അവരൊരു 30 പേരുണ്ടെങ്കിൽ 15 പേര് ഗ്രൂപ്പായിട്ട് ഒരു കൂട്ടർ വായിക്കുന്നു, മറ്റേ കൂട്ടർ അർത്ഥം പറയുന്നു. വായനയും അർത്ഥം പറച്ചിലും ആശയം പറയുന്നു. എവിടെയെങ്കിലും ഒരു ഉഖദ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അവർ ഹല്ല് ചെയ്യുന്നു. ഉസ്താദ് മോഡറേറ്റായി കൂടെ നിൽക്കുന്നു. ശ്രദ്ധിക്കേണ്ടത് ഉസ്താദ് ശ്രദ്ധിച്ച് നിൽക്കുന്ന ആളായിരിക്കണം. അത് കുട്ടികൾ ചെയ്തോളും, അങ്ങനെ ആകാൻ പാടില്ല. നല്ല സജീവ ശ്രദ്ധയോടെ ഉസ്താദ് കോർഡിനേറ്ററായി നിൽക്കുന്നു, കുട്ടികൾ പഠിക്കുന്നു. ഇങ്ങനെ ആയാൽ അതിനു വേണ്ടി ചെയ്യാവുന്ന, തുടക്കത്തിൽ ചെയ്യാവുന്ന ഒരു രീതി, ഇപ്പോൾ ഒരു ഇത്ര ഭാഗമാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചത്. ആ ഭാഗത്ത് ആശയം പഠിപ്പിക്കാൻ, കിതാബില്ലാതെ ആ ആശയം പഠിപ്പിക്കാൻ നമുക്ക് 5 മിനിറ്റോ കുറഞ്ഞ സമയം മതിയാകും. ഒരു 40 മിനിറ്റുള്ള പീരീഡിൽ ഒരു 5 6 ഒക്കെ മിനിറ്റ് കൊണ്ട് ആ പാഠത്തിൽ ആശയം, കിതാബ് മാറ്റി വെച്ചിട്ട് ആശയം മാത്രം പഠിപ്പിക്കാൻ എളുപ്പമാണ്. സിമ്പിളായിട്ട് ആ ആശയം പഠിപ്പിക്കുന്നു. പഠിച്ച ആശയം കുട്ടികൾ ഈ കിതാബ് വെച്ചിട്ട് മുത്താല ചെയ്ത് നേരെയാക്കുന്നു നമ്മുടെ സാന്നിധ്യത്തിൽ. ഇങ്ങനൊരു കുട്ടി പഠിച്ചു തീർന്നാൽ അവിടെയുള്ള പിന്നീടുള്ള പ്രവർത്തനം എന്താ? ഭയങ്കര ഒരുതരം ത്രില്ലായിരിക്കും കുട്ടികൾക്ക്. ഇതിൻ്റെ ഏയാനത്ത് നോക്കാൻ, തർഷീഹ് നോക്കാൻ, അല്ലാത്ത ഷുറൂഹുകൾ നോക്കാൻ കുറച്ചു കാലം ഈ ശൈലിയിൽ തുടർന്നാൽ ഫതുഹുൽ മുഈനിൻ്റെ മറ്റ് ഫിഖ്ഹിൻ്റെ അടുത്ത റൊബ് ഇത് വരുമ്പോഴേക്ക്, ഭാഗങ്ങൾ വരുമ്പോഴേക്ക് കുട്ടികൾ മിൻഹാജിൻ്റെ ഷുറൂഹ് നോക്കാൻ പ്രാപ്തരായിരിക്കും. സ്റ്റുഡൻറ് സെൻട്രിക് ലേണിംഗ്, അതായത് ജാമിയത്തുൽ ഹിന്ദൊക്കെ തീരുമാനിച്ചതിൻ്റെ എത്രയോ മേലെ വേഗതയിൽ പാഠഭാഗങ്ങൾ തീരും. മീസാനിൽ ഒരു കുട്ടിക്ക് സ്ഥിരപ്പെടേണ്ടത് ഫഅല ഫഅല ഫഅലു, മാലി, ലോകത്തേത് വസിനിലുള്ള മാലിയും, അത് മുജറദാണെങ്കിലും മസീദ് ഫീഹി ആണെങ്കിലും എല്ലാ മാലിയും കുട്ടികൾക്ക് കൊണ്ടുവരാനുള്ള കഴിവാണ് മീസാനിൽ ഉണ്ടാകേണ്ടത്. അവിടെ കുറേ ആശയങ്ങൾ പഠിക്കാനല്ല ഉള്ളത്, അതിലേറെ അത് വഴക്കിയെടുക്കലാണ് വേണ്ടത്. മീസാൻ ഖത്റിനത് വരെ അല്ലെങ്കിൽ സഞ്ചാന് വരെ തുടരുകയാണ് ചെയ്യേണ്ടത്. മുതക്കററായി ഉസ്താദിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യണം മീസാനിൽ നടക്കേണ്ടത്. മീസാൻ എവിടെയും വേണം, അജ്നാസു സുഗ്റയിൽ വേണം, കുബ്രയിലും വേണം. മീസാൻ തഹരീറായി കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ മസീദ് ഫീഹി കൊണ്ടുവരൽ വലിയ മശക്കത്തൊന്നുമല്ല. അവിടെ വെച്ച് എന്താണ് കിട്ടേണ്ടത് അത് പ്രാക്ടീസ് ചെയ്യുക. ക്ലാസ്സിൽ ലേണിംഗ് എന്ത് ചെയ്യണം? പഠിപ്പിക്കൽ ഇവിടെ ക്ലാസ്സിൽ കംപ്ലീറ്റഡ് ആകണം. ഒരു ലെസൺ പ്ലാനിങ് ഇല്ലാതെ പഠിപ്പിക്കുന്നത് ഭയങ്കര ക്രൂരകൃത്യമാണെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. ലെസൺ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരണം? ഈ വിഷയത്തിലെ മുന്നറിവ് പരിശോധന വരണം. രണ്ടാമത്തത്, ഏതൊക്കെ ടൂൾ ഉപയോഗിച്ച്, ഏതൊക്കെ സമയം, എത്ര സമയം ഉപയോഗിച്ച് ഏത് ഖദറിലേക്ക് എത്തുമെന്നതിനെക്കുറിച്ച് പ്ലാനിങ് വേണം. മൂന്നാമത്തത്, ഇത് ശരിയായോ എന്ന വിലയിരുത്തൽ വേണം. നാലാമത്തത്, പോരായ്മ പരിഹരിക്കൽ വേണം. ഇതാണ് ഒരു ക്ലാസ്. കുറച്ച് വായിച്ചു കൊടുത്ത് പഠിച്ചു വരി എന്ന് പറയുന്നത് മാറേണ്ടതാണ്. മറിച്ച് ക്ലാസ്സിൽ വെച്ച് തന്നെ തഹരീറാക്കി കൊടുക്കാവുന്നതാണ് ഈ ഭാഗങ്ങൾ. മീസാന് പഴയ കാലത്ത് ആരെങ്കിലും വായിച്ചു കൊടുത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ചെയ്യാവൂ എന്ന് വിശ്വസിക്കുന്നത് ഒരു തരം ജാമിദായ തഖ്ലീദാണ്.
മീസാൻ ഇല്ലാത്ത കാലത്ത് മീസാൻ ഉണ്ടാക്കി പഠിപ്പിച്ചു തന്ന ആ മഹാന്മാർ ലിസാനുൽ ഹാല് കൊണ്ട് നമ്മളെ പഠിപ്പിച്ചത് ഇതിൻ്റെ മേലോട്ട് പോകണം എന്നാണ്. ഇവിടെ നിങ്ങൾ ഒരു എന്ത് ചെയ്യരുത്, ഈ കെട്ടിക്കുടുക്കിൽ നിൽക്കണമെന്നല്ല അവർ പഠിപ്പിച്ചത്. എത്രമാത്രം തൈസീറിലൂടെ പോകാൻ പറ്റുമോ പോകണം എന്നാണ് അവരുടെ ജീവിതം കൊണ്ട് അവർ നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനെ ആകുമ്പോൾ ജൻജാനിൽ എന്താ പഠിക്കാനുള്ളത്? വളരെ കുറഞ്ഞ മുഅത്തല്ലാത്തിൻ്റെ പ്രാക്ടിക്കലേ ആകെ ഉള്ളൂ. അതിനാണ് ജൻജാൻ ഓതുമ്പോൾ ചൊറു പിടിക്കുന്നത്. ഇല്ലാത്ത സംഗതികളാണത്. ഓരോ യൂണിറ്റിനും തത്സമയം പരീക്ഷകൾ നടക്കണം. പരീക്ഷകൾ നടത്താൻ ഏറ്റവും നല്ല രീതി എന്താ? ഈജാദു സുആൽ, ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻ മേക്കിംഗ്, ചോദ്യമുണ്ടാക്കുന്നൊരു രീതി പഠനത്തിലെ ഏറ്റവും നല്ല രീതിയാണ്. ഇന്ത്യയിലെ വലിയ സംരംഭങ്ങളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഒരു മുംബൈ സ്വദേശിയായ രശ്മി ബെൻസാൽ അവരുടെ പുസ്തകത്തിൽ ഒരു സംരംഭം പരിചയപ്പെടുത്തിയത് കാണാം. സൂപ്പർ 30 ട്യൂഷൻ. JEE പോലെയുള്ള IIT-കളിലേക്കുള്ള എൻട്രൻസിൽ ഒരു സെൻറ്ററിൽ നിന്ന് ഒരു വർഷം 30-ലധികം പേരെ എൻട്രി ചെയ്യിപ്പിച്ചതിൻ്റെ അനുഭവം ഉള്ളത് കൊണ്ടാണ് സൂപ്പർ 30 ട്യൂഷൻ എന്ന് പേര് വന്നത്. അവരുപയോഗിച്ചത് ബീഹാർ പോലെയുള്ള വളരെ താഴെത്തട്ടിലിരിക്കുന്ന പ്രദേശത്തെ ജനങ്ങളെ, കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് പഠിപ്പിച്ചിട്ട് ഉഷാറാക്കാൻ അവരുപയോഗിച്ചൊരു മെത്തേഡ് ക്വസ്റ്റ്യൻ മേക്കിംഗ്, ചോദ്യം ഉണ്ടാക്കലായിരുന്നു. ചോദ്യം ഉണ്ടാക്കിക്കുക. കുട്ടികളിൽ ഭയങ്കര ശ്രദ്ധ കിട്ടും. കുട്ടികൾക്ക് വല്ലാത്ത ഫഹമുണ്ടാകാൻ സാധ്യതയുള്ളൊരു വിഷയമാണ്. മനസ്സിൽ ഉറച്ചു നിൽക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണ് ചോദ്യം ഉണ്ടാക്കി പഠിക്കുക. ഉണ്ടാക്കിയ ചോദ്യം അവർക്ക് തന്നെ പിറ്റേന്ന് പരീക്ഷയാക്കി കൊടുക്കുക. ഒരു പേടിയുമില്ല. അപ്പം ചിലർക്കൊരു ചോദ്യം പേടിയില്ലാതെ പിന്നെന്ത് പരീക്ഷയാണ്? അതാണ് മിസ്റ്റേക്ക്. പരീക്ഷ പേടിക്കാനുള്ളതല്ല, പരിശീലിക്കാനുള്ളതാണ്. ഇങ്ങനെ ശീലിച്ചു വന്നാൽ നമ്മളവിടെ ആവർത്തനം കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. ഞാൻ അയാളോട് ഇടയ്ക്കൊന്ന് പറയാണ്, സമയം കുറച്ച് ചുരുങ്ങിയതുകൊണ്ട് പറയാണ്, സ്ട്രോങ് റിവിഷൻ ടെക്നിക് എന്ന പേരിൽ ഞാൻ ഈ ഭാഗം വിശദീകരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ഉണ്ട്. അത് പറ്റുമെങ്കിൽ ഞാനതിൻ്റെ ഒരു ലിങ്ക് നമ്മളെ ഗ്രൂപ്പോ മറ്റോ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എൻ്റെ പേര് അബ്ദുൽ ഹക്കീം സഖാഫി ആഞ്ചേരി എന്നത് ചേർത്തിട്ട് സ്ട്രോങ് റിവിഷൻ ടെക്നിക്ക് എന്ന് സെർച്ച് ചെയ്താൽ ഒരു വീഡിയോ കിട്ടും. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഒരിക്കലും പരീക്ഷയ്ക്ക് വേണ്ടി ഓർത്തു വെക്കാൻ പ്രയാസം ഉണ്ടാവില്ല. ഗിന്നസ് ബുക്കിലൊക്കെ മെമ്മറിയിൽ പേര് കേട്ടവരുടെ പ്രശസ്തമായ മെത്തേഡുകൾ സംയോജിപ്പിച്ചിട്ട് പറയുന്നൊരു രീതിയാണ്. ഞാൻ ഒറ്റവാക്കിലൊന്ന് പറയാം. ഇന്ന് പഠിക്കുന്നൊരു സാധനം ചോദ്യം ഉണ്ടാക്കി പഠിച്ചു, ഷോർട്ട് ചെയ്തു. ഷോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തവസ്സുൽ വൈത്ത് പഠിക്കുക. തവസ്സുൽ വൈത്ത് പഠിക്കുമ്പോൾ തവസ്സൽന ബി ബിസ്മില്ല വബിൽ ഹാദി റസൂലില്ല, ഇങ്ങനെ പഠിക്കുന്ന ആ 14 വരികൾ, 14 വരി പഠിക്കണം. 14 വരിയിലെയും അട്രാക്റ്റഡായ 14 വാക്കെടുക്കുന്നു. ആ 14 വാക്ക് ഒരേ ലൈനിൽ കൊണ്ടുവന്ന് അത് മനഃപ്പാടമാക്കുന്നു. എളുപ്പമാണ്. ഈ 14 വാക്ക് മതി 14 വരി പഠിക്കാൻ. ഒരു ഉദാഹരണം കൂടി പറയാം. ഒരു സോഷ്യൽ സയൻസ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടീച്ചർ 1-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് കാത്തിക്കയറി ഭയങ്കര അവതരണം, 3-ാമത്തെ പീരീഡാണ്. അപ്പോൾ പീരീഡ് ഉഷാറായിട്ട് 3-ാമത്തെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ ഉഷാറായിട്ട് ഇരിക്കുമ്പോൾ ഒരു കുട്ടി നല്ല ഉറക്കില്ല. ടീച്ചർക്ക് ദേഷ്യം പിടിച്ച് കയ്യിലുണ്ടായിരുന്ന ഡസ്റ്ററായിരുന്നു, അതിന് വേറെ കൊടുത്തു. ഇവൻ ഉണർന്ന ഉടനെ ചോദിച്ചു, 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങൾ പറയൂ. ഇവൻ പകുതി ഉറക്കത്തിൽ പകുതി ഉണർവിൽ പറഞ്ഞു സ്റ്റാസമസൈസ. അപ്പോൾ ടീച്ചർ വിചാരിച്ചതോ ബാലമംഗളേറ്റം വായിച്ചിട്ട് അതിൻ്റെ പാസ്വേഡ് പറയുന്നതാണെന്ന്. രണ്ടാമത് ചോദിച്ചപ്പോൾ ഇത് അതന്നെ പറഞ്ഞപ്പോൾ ടീച്ചർ ചോദിച്ചു, എന്താ നീ പറഞ്ഞത്? ഇവൻ പറഞ്ഞു, അല്ല ടീച്ചറെ, നിങ്ങളല്ലേ മിനിയാന്ന് പഠിപ്പിച്ചത്, ഒന്ന് രാഷ്ട്രീയം, മറ്റൊന്ന് സാമൂഹികം, പിന്നൊന്ന് മതപരം, പിന്നൊന്ന് സൈനികം, സാമ്പത്തികം, സാമൂഹികം, ഇത് ചേർത്ത് പറഞ്ഞതാ രാസമസൈസൻ. 5 പാരഗ്രാഫ് ഉണ്ട്, 5 അക്ഷരങ്ങളാണ്. ഇത് ചേർത്ത് വെച്ച് ഇവൻ പറഞ്ഞപ്പോൾ ടീച്ചർ, ഇവൻ ആളുഷാറാണല്ലോ, ഏതുറക്കത്തും പറയാൻ കഴിയും ഷോർട്ട് ചെയ്ത് പഠിച്ചാൽ. ഇത് പഠനത്തിനെ ലഘൂകരിക്കാനുള്ള രീതികളിൽ ഒരു രീതിയാണ്. ഇത്തരം സംഗതികൾ പഠനത്തിൽ ഉപയോഗിച്ചതിന് ശേഷം അതിനെ 1, 7, 30, 90, 1-ാം ദിവസം, 7-ാം ദിവസം, 30-ാം ദിവസം, 90-ാം ദിവസം, ഈ ദിവസങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഇന്ന് 40 മിനിറ്റ് എടുത്ത് പഠിച്ചൊരു വിഷയം ഈ ദിവസങ്ങളിൽ റിപ്പീറ്റ് ചെയ്യാൻ 1 മിനിറ്റോ അര മിനിറ്റോ ഒക്കെ മതിയാകും.
രാസമസീസ് എന്ന് പറയാൻ കുറേ സമയം വേണം. ഒരു ഉദാഹരണം പറയാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ റിപ്പീറ്റേഷൻ കൊണ്ടുവന്നാൽ ഏത് ദിവസം വേണമെങ്കിലും പരീക്ഷയ്ക്ക് കുട്ടികൾ റെഡിയാണ്. പഠനം വളരെ എളുപ്പം നടക്കും, പഠനം ഒരു ഭാരമാകൂല. പക്ഷേ ആ വസനുകൾ ഉപയോഗിക്കപ്പെടണം. എല്ലായിടത്തും ഒന്നായിരിക്കില്ല, വ്യത്യസ്തം ഉണ്ടാവും. ഇത് പ്രാക്ടീസ് ചെയ്ത് പോരുന്നൊരു ശൈലി ഉണ്ടായാൽ കുട്ടികൾക്ക് ഏത് സമയവും പഠനം, പരീക്ഷ എന്നത് യാതൊരു മഷക്കത്തും ഉണ്ടാവില്ല. പ്രത്യേക സ്റ്റഡിയിൽ ഒരിക്കലും ആവശ്യം വരില്ല. പരീക്ഷകളിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും 100% തന്നെ മാർക്ക് കിട്ടും. സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു 90 80 എന്നൊക്കെ പറഞ്ഞാലും യാതൊരു കുബുഹും ഉണ്ടാവില്ല. ഉയർന്ന മാർക്ക് ലഭിക്കും. ഇനി ഇവിടെയൊക്കെ ഉപചോദ്യങ്ങൾ, കുറേ സംശയ ദൂരീകരണങ്ങൾക്കൊക്കെ ചാൻസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ധാരാളം ഉണ്ട്. പക്ഷേ അതിനെല്ലാം പരിഹാരമുണ്ട് എന്നതാണ് ശരി. ഇനി സ്വഭാവ രൂപീകരണത്തിൽ ആദ്യം വേണ്ടത് നമ്മുടെ മക്കൾക്കെല്ലാം നന്നാകാൻ താല്പര്യമുണ്ട് എന്ന വിശ്വാസമാണ്. ഒരു ചെറിയ കായിക, ഒരു 3 സെൻറ്റൻസ് പറ്റുമെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ ഞാൻ ഇനി പറയുന്ന കാര്യം എപ്പോഴും നിങ്ങൾക്ക് പ്രയോഗവൽക്കരിക്കാം. 1, ലോകത്ത് ഒരു കുട്ടിക്കും മടി എന്ന പ്രശ്നം ഇല്ല. ഈ വാക്ക് മാത്രം എഴുതിയാൽ മതി, ശേഷം ഞാൻ വിശദീകരിക്കാം. ആദ്യം ബേജാറാകണ്ട. ലോകത്ത് ഒരു കുട്ടിക്കും മടി എന്ന പ്രശ്നം ഇല്ല. ഇതൊരു ഫോർമുലയാണ്, പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഫോർമുല. രണ്ടാമത്തത്, അവിടെ ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ, എന്താ അപ്പം മടി കാണുന്നില്ലേന്ന്. അതിൻ്റെ മറുപടിയും കൂടിയാണ്, ഉള്ള മറ്റൊരു പ്രശ്നത്തിൻ്റെ ലക്ഷണമായി മടി കാണുന്നതാണ്. ഉള്ള മറ്റൊരു പ്രശ്നത്തിൻ്റെ ലക്ഷണമായി മടി കാണുന്നതാണ്. ഉള്ള പ്രശ്നത്തിൻ്റെ ലക്ഷണമായി, ഉള്ള മറ്റൊരു പ്രശ്നത്തിൻ്റെ ലക്ഷണമായി മടി കാണുന്നതാണ്. മൂന്നാമത്തത്, ലക്ഷണത്തെയല്ല പരിഹരിക്കേണ്ടത്, പ്രശ്നത്തെയാണ്.